10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 സമാന്തര ശ്രേണികൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ്, വിട്ട ഭാഗം പൂരിപ്പിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 24, 42 ഡാഷ് ഡാഷ്. ആദ്യത്തെ രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്, 3ഉം 4ഉം കാണണം. രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, അടുത്തടുത്ത രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 42 24 മൈനസ് ചെയ്താൽ 18 കിട്ടും. ആ 18 രണ്ടാമത്തെ പദമായ 42നോട് ആഡ് ചെയ്താൽ മൂന്നാമത്തെ പദം കിട്ടും. ആ മൂന്നാമത്തെ പദത്തിനോട് 18 ആഡ് ചെയ്താൽ നാലാമത്തെ പദവും കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് 24 42 ഡാഷ്. ആദ്യ പദം കാണണമെങ്കിൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം. ഇവിടെയും പൊതുവ്യത്യാസം 42 24 മൈനസ് ചെയ്ത് 18 ആണ്. 24 18 മൈനസ് ചെയ്താൽ 6 കിട്ടും. നാലാമത്തെ പദം കാണണമെങ്കിൽ 24നോട് പൊതുവ്യത്യാസമായി 18 ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ 60 കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം 42 24 മൈനസ് ചെയ്തു 18 കിട്ടി. രണ്ടാം പദം കാണണമെങ്കിൽ 24 18 മൈനസ് ചെയ്തു 6 കിട്ടി. ഒന്നാം പദം കാണണമെങ്കിൽ 6 18 മൈനസ് ചെയ്തു -12 കിട്ടി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം. അവിടെ അടുത്തടുത്ത സംഖ്യകളല്ല തന്നത്, ഒന്നാം പദം തന്നിട്ട് പിന്നെ തന്നത് മൂന്നാം പദമാണ്. അപ്പം അവയ്ക്കിടയിൽ പൊതുവ്യത്യാസം കാണണമെങ്കിൽ, അതായത് മധ്യപദം കാണണമെങ്കിൽ ആദ്യ പദവും അവസാന പദവും പ്ലസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി കണ്ടാൽ മതി. ഇവിടെ ആദ്യ പദം 24നോട് 42 കൂട്ടി അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ 66/2 = 33. അതാണ് രണ്ടാം പദം. ഇനി നാലാം പദം കാണണമെങ്കിൽ ഇവിടെ പൊതുവ്യത്യാസം എത്ര കിട്ടും, അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണണമെങ്കിൽ എന്താണ്, പകുതി. ഇവിടെ രണ്ട് സംഖ്യേൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. 24 33 ഗ്യാപ്പ്, 42 ഗ്യാപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, പൊതുവ്യത്യാസം 18 ആണ്. ഇത് തമ്മിലുള്ള പൊതുവ്യത്യാസം 18 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി കണ്ടാൽ എത്ര, 9 ആണ് പൊതുവ്യത്യാസം. 24നോട് 9 പ്ലസ് ചെയ്താൽ 33, 33നോട് 9 പ്ലസ് ചെയ്താൽ 42, 42നോട്